നമസ്കാരം, എല്ലാവർക്കും എജ്യൂസ് അക്കാഡമിയുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ജനറൽ അരിത്തമെറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ്. നമ്മുടെ സിലബസ് നോക്കുമ്പോൾ നമുക്ക് അറിയാം 30 മാർക്കിന് നിങ്ങളുടെ ടെക്നിക്കൽ അല്ലാത്ത ടോപ്പിക്കുകളാണ് 30 മാർക്കിന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു റാങ്ക് മാക്കിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഈ പറയുന്ന 30 മാർക്ക് കൊണ്ടാണ് നമ്മുടെ റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. ടെക്നിക്കലിൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു 30 മാർക്കിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മുടെ ജനറൽ അരിത്തമെറ്റിക്കിൽ വരുന്ന നമ്മുടെ സിലബസ് പ്രകാരം എല്ലാ ടോപ്പിക്കുകളും നല്ല ഡെപ്തിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്ന ടോപ്പിക്. നമ്മുടെ സിലബസിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റംസ്. ആ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ നമ്പർ സിസ്റ്റം പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് തന്നെ കൂടുതലും നമ്പേഴ്സിനെ പറ്റിയാണ്. ഈ പറയുന്ന ഏതൊക്കെ ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട്, കുറെ ടൈപ്പ് നമ്പേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മുടെ ചോദ്യങ്ങളിൽ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് എണ്ണൽ സംഖ്യകൾ എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. എണ്ണാൻ വേണ്ടി കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ, അപ്പോ എണ്ണാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്പേഴ്സിനെ പറയുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പോ നാച്ചുറൽ നമ്പേഴ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നിൽ നിന്നാണ് എപ്പോഴും നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 എന്ന് പറഞ്ഞാൽ അപ് ടു ഏതുവരെ കാണും, ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓർത്തോളണം, ഇതിനകത്ത് എന്ത് വരത്തില്ല, സീറോ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഓർമ്മിച്ചോളണേ, നമ്മൾ എണ്ണാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, ഒരെണ്ണം രണ്ടെണ്ണം എന്നൊക്കെ അല്ലേ പറയാറ്. അപ്പൊ ഓർത്തോളണം, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണാനായിട്ട് ഉപയോഗിക്കുന്നത്, കൗണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും കൗണ്ടിങ് നമ്പേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോ 1 2 3 എന്ന് പറഞ്ഞു പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ നോക്കുന്നത് ഹോൾ നമ്പേഴ്സ് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല, നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ സീറോയും കൂടെ ചേർന്ന് വരികയാണെങ്കിൽ അതെന്തായി, ഹോൾ നമ്പേഴ്സ് ആയി. അപ്പൊ നമുക്ക് പറയാം ഹോൾ നമ്പേഴ്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഫ്രം 0, അതായത് 0 1 2 3 എന്ന് പറഞ്ഞു പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾ നമ്പേഴ്സ്. ഓർമ്മിച്ചോളേ, അപ്പൊ 0 1 2 3 അപ് ടു ഏതുവരെ കാണുമായിരിക്കും, ഇൻഫിനിറ്റി വരെ പറയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾ നമ്പേഴ്സ്. ഓർത്തോളേ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒപ്പം തന്നെ എന്തും കൂടെ ചേർന്ന് വരും, സീറോയും കൂടെ ചേർന്ന് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഓർത്തോളേ. അപ്പൊ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 1 2 3 എന്ന് പറഞ്ഞു പോകുന്ന നമ്പർ സീരീസിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹോൾ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കിയാലോ. ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയാണ്, വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് എന്നാണ്. വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് എന്തായിരിക്കും, ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കി. നമുക്കറിയാം ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് മുതലാണ്, 0 മുതലാണ് ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓർത്ത് നോക്കാം. അപ്പൊ അതിനകത്ത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ആദ്യത്തെ 10 ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെ കാണുമായിരിക്കും, ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 കാണും, 1 കാണും, 2 കാണും, അപ് ടു നമ്മൾ ഏതുവരെ പറയും, 10 വരെ പറയൂ, 9 വരെ പറയൂ, അപ് ടു 9 വരെ ഉണ്ടാകത്തുള്ളൂ. ഓർമ്മിച്ചോളേ, അപ്പൊ ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 1 2 3 അപ് ടു 10 വരെയല്ല, ഏതുവരെ കാണത്തുള്ളൂ, 9 വരെ കാണത്തുള്ളൂ. അതിനുള്ള റീസൺ എന്താണ്, ആദ്യത്തെ 10 പറയുമ്പോൾ ഇൻക്ലൂഡിങ് ഏതാണ്, 0 കൂടെ ഉൾപ്പെടെ വരുമ്പോ ഏത് വരെ പറഞ്ഞാൽ മതി, 9 വരെ പറഞ്ഞാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ, ആദ്യത്തെ 10 ഹോൾ നമ്പേഴ്സ്, ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 10 വരെ ഇല്ല, ഓർത്തോളണം, 10 വരെ ഇല്ല, ഏത് വരെ പറഞ്ഞാൽ മതി, 0 1 2 അപ് ടു ഏതുവരെ കാണും, 9 വരെ കാണത്തുള്ളൂ. ഓർമ്മിച്ചോളേ. ഇനി നമ്മുടെ ചോദ്യം എന്താണ്, വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് ആണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഹോൾ നമ്പേഴ്സിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നാണ് ചോദ്യം. എത്ര കിട്ടുമായിരിക്കും,
സീറോ ആയിരിക്കും. കാരണം എന്താണ്, ഏതൊരു നമ്പറിനെയും നമ്മൾ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ആൻസർ എന്തേ വരത്തുള്ളൂ, സീറോയേ വരത്തുള്ളൂ. ഓർമ്മിച്ചോളേ. അപ്പോ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 10 എന്നല്ല, ഫസ്റ്റ് 25 എന്നല്ല, ഫസ്റ്റ് 50 എന്നല്ല, എത്ര വേണമെങ്കിലും ആദ്യത്തെ കുറെ ഹോൾ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്തേ വരത്തുള്ളൂ, ആൻസർ സീറോ ആയിരിക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഓർത്തോളണേ. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ കയറി പറഞ്ഞു. എന്താ സംഭവം ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ അത് ബാധിക്കുന്നില്ലെങ്കിൽ ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് വരെ കാണത്തുള്ളൂ, ഹോൾ നമ്പേഴ്സ് 9 വരെ കാണത്തുള്ളൂ. അതിന്റെ റീസൺ എന്താണ്, ഫസ്റ്റ് 10 എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് എന്താണ്, ആദ്യത്തെ സീറോ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഏത് വരെ കാണത്തുള്ളൂ, 9 വരെ കാണത്തുള്ളൂ. ഇനിയില്ല, ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് 25 ഹോൾ നമ്പേഴ്സിന്റെ എത്ര ഹോൾ നമ്പേഴ്സ് ആയിരുന്നാലും അതിന്റെ പ്രോഡക്റ്റ് എന്തേ വരത്തുള്ളൂ, സീറോയെ വരത്തുള്ളൂ. കാരണം എന്താണ്, സീറോ ഇൻറ്റു എന്ന് പറഞ്ഞല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു നമ്പറിനെയും നമ്മൾ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഫൈനൽ ആൻസർ എന്തായിരിക്കും, സീറോ ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Question ആണ്, how many times the digit 2 appears in the first 52 whole numbers? ഒന്നും കൂടെ, how many times the digit 2 appears in the first 52 whole numbers? ക്വസ്റ്റ്യൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 52 ഹോൾ നമ്പേഴ്സ് നമ്മൾ പറയും, ആദ്യത്തെ 52 ഹോൾ നമ്പേഴ്സ് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് 2 എന്ന് പറയുന്ന 2 എന്ന് പറയുന്ന ഡിജിറ്റ് എത്ര തവണ കാണപ്പെടുന്നതാണ്. ഹൗ മെനി ടൈംസ് ഡിജിറ്റ് 2 അപ്പിയേഴ്സ് ഇൻ ദ ഫസ്റ്റ് 52 ഹോൾ നമ്പേഴ്സ് എന്നാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ 52 അല്ലെ, ആദ്യത്തെ 52 ഹോൾ നമ്പേഴ്സ് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് 2 എന്ന് പറയുന്ന ഡിജിറ്റ് എത്ര ടൈംസ് കാണപ്പെടുന്നതാണ്, എത്ര തവണ കാണപ്പെടുമായിരിക്കും. ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര തവണ കാണുമായിരിക്കും. ഓക്കെ, പറഞ്ഞു നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 52 ഹോൾ നമ്പേഴ്സ് പറയുമ്പോൾ 2 എന്ന് പറയുന്ന ഡിജിറ്റ് എത്ര തവണ കാണപ്പെടുമെന്നാണ് പറഞ്ഞു നോക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ തൊട്ടു മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 52 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് 52 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെ കാണുമായിരിക്കും, നമുക്ക് പറയാം. 0, 1, 2, 3 അപ് ടു ഏത് വരെ പറയും, 52 വരെ പറയൂ. 52 വരെ പറയത്തില്ല. ഏത് വരെ കാണത്തുള്ളൂ, 51 വരെ കാണത്തുള്ളൂ. ഓർമ്മിച്ചോളേ. അപ്പൊ ആദ്യത്തെ 52 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 52 പറഞ്ഞു കളയരുത്. ഏത് വരെയുള്ളൂ, 51 വരെയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഓർത്തോളേ. അപ്പൊ ആദ്യത്തെ 52 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, കാരണം അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഇൻക്ലൂഡിങ് സീറോ കൂടെ ഉൾപ്പെടെ വരുമ്പോൾ ഏതുവരെ പറഞ്ഞാൽ മതി, 51 വരെ പറഞ്ഞാൽ മതി. ഇനി പറ, 2 എന്നുള്ള ഡിജിറ്റ് എവിടെയൊക്കെ അപ്പിയർ ആവുമായിരിക്കും അല്ലെ? 2-ൽ 2 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുമ്പോ എവിടെ കാണും, 12-ലുണ്ട് അല്ലെ? 12-ൽ 2 ഉണ്ട്. പിന്നെ 20, 21-ൽ 2 ഉണ്ട്. 22-ൽ 2 ഉണ്ട്. 23-ൽ 2 ഉണ്ട്. Then 24-ൽ 2 ഉണ്ട്. 25, 26, 27, 28, 29. Then ഇനി എവിടെ ആയിരിക്കും, 32-ൽ 2 ഉണ്ടല്ലേ? 32-ൽ 2 ഉണ്ട്. Then 42-ൽ 2 ഉണ്ട്. ഇനി 52 പറയല്ലേ, 52 പറയണ്ട. നമുക്ക് ഏത് വരെയുള്ളൂ, നമുക്ക് 51 വരെയുള്ളൂ. ഇനി നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 2 എന്നുള്ള ഡിജിറ്റ് എത്ര തവണ അപ്പിയർ ആയെന്ന്. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 5 പ്രാവശ്യം, 6 പ്രാവശ്യം, 7, 8, 9, 10, 11, 12, 13, 14, 15. ടോട്ടൽ എത്ര ടൈം കാണപ്പെട്ടു, 15 ടൈംസ് 2 എന്നുള്ള ഡിജിറ്റ് കാണപ്പെട്ടു. ഓർമ്മിച്ചോളേ. അപ്പൊ ഇതിനകത്ത് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം, 52 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് 52 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 മുതൽ ഏത് വരെ പറഞ്ഞാൽ മതി, 51 വരെയുള്ള നമ്പേഴ്സ് പറഞ്ഞാൽ മതി. അപ്പോ 0 മുതൽ 51 വരെയുള്ള നമ്പേഴ്സ് പറയുമ്പോൾ 2 എന്നുള്ള ഡിജിറ്റ് എത്ര തവണ കാണപ്പെടും എന്ന് ചോദിച്ചാൽ, 2-ൽ 2 ഉണ്ട്, 12-ൽ 2 ഉണ്ട്, 20-ൽ 2 ഉണ്ട്, 21-ൽ 2 ഉണ്ട്, 22-ൽ 2 ഉണ്ട്, 23-ൽ 2 ഉണ്ട്, 24, 25, 26, 27, 28, 29, then 32, 42. ഇവിടെ എല്ലാം 2 എന്ന് പറയുന്ന ഡിജിറ്റിലെ ആണ്. അങ്ങനെയാണെങ്കിൽ പറയാം, ഇത് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ടോട്ടൽ എത്ര തവണ കാണപ്പെടും? ടോട്ടൽ 15 ടൈംസ്
2 എന്നുള്ള ഡിജിറ്റ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എല്ലാം ഞാനൊരു ചെറിയ ചെറിയ കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞു പോയി. അപ്പൊ ഫസ്റ്റ് 15 ആദ്യത്തെ 15 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 മുതൽ ഏതുവരെ പറഞ്ഞാൽ മതി? 14 വരെ പറഞ്ഞാൽ മതി. ആദ്യത്തെ 30 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 മുതൽ 30 വരെ പറയണം, വേണ്ട, 29 വരെ പറഞ്ഞാൽ മതി. അതേപോലെ നമ്മുടെ ചോദ്യത്തിൽ ആദ്യത്തെ 52 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 മുതൽ 51 വരെ പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അടുത്ത നമ്പർ പഠിക്കാമോ? യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്താ? പ്രൈം നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം? അപ്പൊ നമ്മുടെ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ ടീച്ചർമാരിങ്ങനെ പറയാറുണ്ട്, ഒരു നമ്പറിന് ആ നമ്പർ കൊണ്ട് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ ആണെന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഏറെക്കുറെയൊക്കെ ശരിയാണ്. എങ്കിലും കറക്റ്റ് ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെ പറയുന്നതാണ് എന്ത്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒന്നും കൂടെ, നമ്പേഴ്സ് ഹാവിംഗ് ഓൺലി 2 ഫാക്ടേഴ്സ് ആർ കോൾഡ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഓർത്തോളണേ. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിന് 2 ഫാക്ടർ മാത്രമാണ് ഉള്ളതെങ്കിൽ, 2 ഫാക്ടർ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ തന്നെ ഘടകം എന്നാണ് പറയാറ്. ഒരു നമ്പറിന് 2 ഫാക്ടർ മാത്രമാണുള്ളതെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്? പ്രൈം നമ്പർ. പ്രൈം നമ്പർ. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൗണ്ടിങ് നമ്പർ ഈസ് കോൾഡ് എ പ്രൈം നമ്പർ ഇഫ് ഇറ്റ് ഹാസ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്, നെയിംലി ഇറ്റ്സെൽഫ് ആൻഡ് 1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ 1 മാത്രമാണ് അതിനകത്ത് ഫാക്ടർ ആയിട്ട് വരികയാണെങ്കിൽ അത്തരം നമ്പേഴ്സിനെ പറയുന്നതാണ് എന്ത്? പ്രൈം നമ്പർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കിയുക. അപ്പൊ ഇതിനകത്ത് ഞാൻ 1 എന്ന് പറയുന്ന ഒരു നമ്പർ എഴുതി. 1ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഫാക്ടേഴ്സ് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല, ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. 1നെ ഏത് നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 1ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 മാത്രമാണ്. ഇനി 2 എന്നൊരു നമ്പർ എഴുതി. 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ്. എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന നമ്പറിനെ ഏതൊക്കെ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 1ഉം 2ഉം കൊണ്ട് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2ന്റെ ഫാക്ടേഴ്സ് 1ഉം 2ഉം ആണ്. ഇനി 3 എന്ന് പറയുന്ന നമ്പർ ഞാൻ എഴുതി. 3ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ്. 4 എന്നുള്ള നമ്പർ ഞാൻ എഴുതി. 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം 4ഉം ആണ്. 5 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ എഴുതി. 5ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 5ഉം മാത്രമാണ്. 6 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ എഴുതി. 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉം 6ഉം. ചുരുക്കി പറഞ്ഞാൽ 6 എന്ന് പറയുന്ന ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, അല്ലെങ്കിൽ 6 എന്ന് പറയുന്ന ഈ നമ്പറിനെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഏതൊക്കെ കൊണ്ട് നമുക്ക് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1 കൊണ്ട്, 2 കൊണ്ട്, 3 കൊണ്ട്, 6 കൊണ്ട് നമുക്ക് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം 3ഉം 6ഉം ആണ്. 1ഉം 2ഉം 3ഉം 6ഉം ആണ്. ഓക്കെ ആണ്. വീണ്ടും 7ന്റെ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ 7നെ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1ഉം 7ഉം കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഹാവിംഗ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്, അതായത് 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പറയാം, ഇതിനകത്ത് 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ന് 1ഉം 2 2 ഫാക്ടേഴ്സേ ഉള്ളൂ. 3ക്ക് 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 1ഉം 3. 4നാണെങ്കിൽ 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ 5ന് 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഇനി 6നാണെങ്കിൽ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. 7നാണെങ്കിൽ 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതൊക്കെയാണ്? 2, 3, 5, 7. ദെൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ 9 വരുമോ? നിങ്ങളുടെ മനസ്സിൽ അറിയാതെ പോലും 9 വരരുതേ. 9ന് 3 ഫാക്ടേഴ്സ് ഉണ്ട്, 1ഉം 3ഉം 9ഉം ഉണ്ടാവും. അപ്പോ 9 ഒരു പ്രൈം നമ്പർ അല്ല. പിന്നെ 7 കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ 11 ആണ്. 11 കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 13 ആണ്. ഓർത്തോളേ. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 2 ആണ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 3 ആണ്. അപ്പോ 2, 3, 5, 7 ദെൻ ഏതാ? 11, 13 എന്ന് പറഞ്ഞു പോകുന്ന സീക്വൻസ്. ഇതാണ് എന്ത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓർത്തോളേ. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സ് ഹാവിംഗ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്, 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സിനെ പറയുന്നതാണ് എന്ത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സ്. ഓർത്തോളേ. അങ്ങനെയാണെങ്കിൽ
അപ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 പിന്നെ 2, 3, 5, 7 എന്ന് പറഞ്ഞു പോകുന്ന സീക്വൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിങ്ങനെയാണ്. നമ്മൾ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് പറയുമ്പോൾ, ഇതാണ് 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് പറയുമ്പോൾ അതിനകത്ത് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോളാം. നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് അപ് ടു 100, 100 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 25 ആണ്. 25 എണ്ണം കാണും. ഓർത്തോളേ, എങ്ങനെയാണ് നമ്മൾ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്തുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 25 ആണ്. പോരാ, നമുക്ക് ഇന്നും അറിയണം നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 50 ആൻഡ് 100. 100 ഈ പറയുന്ന 50-നും 100-നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 10 പ്രൈം നമ്പേഴ്സ് ആണ്. വീണ്ടും കഴിഞ്ഞില്ല. 50 മുതൽ അല്ലെങ്കിൽ 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 15 ആണ്. വീണ്ടും നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് അപ് ടു 25, 25 വരെയുള്ള നമ്പേഴ്സ് പറയുമ്പോൾ അതിനകത്തുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 9 എണ്ണമാണ്. പഠിച്ചു വെച്ചോളേ. അപ്പൊ ഒന്നും കൂടെ ഓർത്തു നോക്കാം. 100 വരെ നമ്മൾ പറയുമ്പോൾ 1 മുതൽ 1 to 100 ഉള്ള നമ്പർ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്? 25 എണ്ണം ഉണ്ട്. 25. ഓക്കെ ആണ്. ഇനി 1 മുതൽ 50 വരെ 50 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ അതിനകത്ത് എത്ര പ്രൈം നമ്പേഴ്സ് വരും എന്ന് ചോദിച്ചാൽ 15 എണ്ണമാണ്. 15. അങ്ങനെയാണെങ്കിൽ 50-ക്കും 100-നും ഇടയിൽ 50-നും 100-നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ മറന്നു പോകരുത്, 10 എണ്ണം ഉണ്ട്. കഴിഞ്ഞില്ല. 25 വരെ 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്? 9 പ്രൈം നമ്പേഴ്സ് ആണ്. 9 പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു കൗണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണേ. കൗണ്ട് ഈ പറയുന്ന കൗണ്ട് 100 വരെ എത്രയാണ്, 50 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, 50-നും 100-നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, ഇനി ഈ പറയുന്ന 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു കൗണ്ട് മറന്നു പോകരുത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കുറെ പ്രൈം നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2, 3, 5, 7 എന്ന് പറഞ്ഞ് ഏതുവരെ പറയും? 97 വരെ ഉണ്ട്. 97 വരെ ഉണ്ട്. ഓർത്തോളേ. അപ്പോ ഈ പറഞ്ഞ കൗണ്ട് മറന്നു പോകരുത്. 25, 15, 10, 9 ഒക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ച് പഠിച്ചോളണം. ഇനി ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അങ്ങ് പറയാം. 1-2 എക്സാംസിന് കണ്ടതാണ് ചോദ്യം. പ്രൈം നമ്പർ ബിറ്റ്വീൻ 90 ആൻഡ് 100, 90-നും 100-നും ഇടയിൽ വരുന്ന പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? 91 ആണോ? ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതാ? 97 ആണ് കേട്ടോ. ഞാൻ 1-2 എക്സാമിന് കണ്ടതാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ 91 വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും 91 വരും. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചോളാം. 90-ക്കും 100-നും ഇടയിൽ വരുന്ന പ്രൈം നമ്പർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ഒരെണ്ണമാണ്. അത് ഏത് എന്ന് ചോദിച്ചാൽ 97 ആണ്. 97 ആണ്. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമോ പ്രൈം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്? ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ഔട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 4 പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് പറയാനാ പറയുന്നത്. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പറയാനാ പറഞ്ഞിരിക്കുന്നത്. ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 3, 5, 7 എന്ന് പറഞ്ഞു പോകുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 4 പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? 2 കഴിഞ്ഞു, 3, 5, 7. ഇതല്ലേ ആദ്യത്തെ 4 പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ പ്രോഡക്റ്റ് പറയാനാ പറഞ്ഞിരിക്കുന്നത്. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പറയാം. 2 into 3 into 5 into 7 പറയാം. 7 into 5 എന്ന് പറഞ്ഞാൽ 35. 35 into 3 എന്ന് പറഞ്ഞാൽ 105. 105 into 2 എന്ന് പറഞ്ഞാൽ 210 എന്ന് പറഞ്ഞിട്ട്. ഓർമ്മിച്ചുള്ള സിമ്പിൾ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രൈം നമ്പേഴ്സ് അറിയാന്നുള്ള എല്ലാവർക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റും. എന്താ സംഭവം? ആദ്യത്തെ 4 പ്രൈം നമ്പേഴ്സ് എഴുതാം. ഇൻ കേസ് നമ്മുടെ ചോദ്യം ആദ്യത്തെ 5 പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 5 പ്രൈം നമ്പേഴ്സ് എഴുതണം. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റ് 4 പ്രൈം നമ്പേഴ്സ് എഴുതണം. അത് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ മതി. നമ്മുടെ ആൻസറായി നമുക്ക് കിട്ടി 210 എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സം ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 58 ആൻഡ് 68 എന്നാ പറയുന്നത്. 58നും 68നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സം നേരത്തെ നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ എന്നാണ്. സം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കൂട്ടി പറയാനാ പറയുന്നത്, എല്ലാം കൂടെ ആഡ് ചെയ്ത് പറയണമെന്നാണ്. ശരി, പറഞ്ഞു നോക്കാം. അപ്പോ സം ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 58 ആൻഡ് 68 പറഞ്ഞു വരാം. അപ്പൊ ഞാൻ നേരത്തെ ഒരു 100 വരെയുള്ള 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ ലിസ്റ്റ് ഒക്കെ ഉണ്ട്. എങ്കിലും കുറെ കൂടെ ഒരു ട്രിക്കാണ് അത്. അങ്ങ് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ട്രിക്ക് ഒന്നും അല്ല. അത്യാവശ്യം നമുക്കൊരു 90 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഒക്കെ പറയാൻ പറ്റുന്ന ചെറിയൊരു ട്രിക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 58നും 68നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയണം? ഈ പറയുന്ന 58ന്റെയും 68ന്റെയും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡന്റിഫൈ? അതിനൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് 6ന്റെ മൾട്ടിപ്പിൾസ് നമ്മുടെ മനസ്സിൽ ഒന്ന് കൊണ്ടുവരും. എങ്ങനെയാണ് 6ന്റെ മൾട്ടിപ്പിൾസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് 6ന്റെ മൾട്ടിപ്പിൾസ്? പോരട്ടെ. ഈ 58നും 68നും ഇടയിലൊക്കെ വരുന്ന 6ന്റെ മൾട്ടിപ്പിൾ ഏതാ? 60 ഒരു 6ന്റെ മൾട്ടിപ്പിൾ ആണല്ലേ. ഈ പറയുന്ന 6ന്റെ മൾട്ടിപ്പിൾസിന് തൊട്ട് മുന്നേ വരുന്ന നമ്പേഴ്സും തൊട്ട് ശേഷം വരുന്ന നമ്പേഴ്സും ഏറെക്കുറെ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ഞാൻ അങ്ങ് ഉറപ്പിച്ച് പറയുന്നില്ല, നമുക്ക് അങ്ങനെ ഒരു ഉറപ്പിച്ചൊരു മെത്തേഡ് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏറെക്കുറെ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. എങ്ങനെയാണ്? 6ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പേഴ്സ്, 6ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന നമ്പേഴ്സ്, പിന്നിലും മുന്നിലും ഒക്കെ വരുന്ന നമ്പേഴ്സ് ഏറെക്കുറെ എന്തായിരിക്കും? പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 58 പറഞ്ഞു. 58 കഴിഞ്ഞിട്ട് വരുന്ന 6ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 60 ആണ്. ആ 60ക്ക് തൊട്ട് മുന്നേ വരുന്ന 6ന്റെ മൾട്ടിപ്പിൾ ആയ 60ക്ക് തൊട്ട് മുന്നേ വരുന്ന ഏത്? 59 എന്താണ്? പ്രൈം നമ്പർ ആയിരിക്കും. 59 പ്രൈം നമ്പർ ആണ് അല്ലെ? 58ന് ശേഷം വരുന്ന നമ്പർ തന്നെയാണ് 59 എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോ വീണ്ടും ഈ 6ന്റെ മൾട്ടിപ്പിൾ ആയ 6ന് തൊട്ട് ശേഷം വരുന്ന നമ്പർ, 60 കഴിഞ്ഞിട്ട് തൊട്ട് ശേഷം വരുന്ന നമ്പർ ഇതാണ്, 61 ആണ്. 61 ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ ആണ്, കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ 60 കഴിഞ്ഞു അല്ലെ? ഈ 60 കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത പ്രൈം നമ്പർ ഏതാ? 60 കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത പ്രൈം നമ്പർ 66 ആണ് അല്ലെ? ഞാൻ പറഞ്ഞു 6ന്റെ മൾട്ടിപ്പിൾസിന് മുന്നേ പിന്നേ വരുന്ന നമ്പേഴ്സ് പ്രൈം നമ്പർ ആയിരിക്കും എന്നല്ലേ പറഞ്ഞു. ആ 66ന് മുന്നേ വരുന്ന 65 എന്നല്ല, പ്രൈം നമ്പർ അല്ല. അവിടെ സൂക്ഷിച്ചോളണം. 5ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ അതെന്തായിരിക്കത്തില്ല? പ്രൈം നമ്പർ ആയിരിക്കത്തില്ല. ഇനി ഇൻ കേസ് എവിടെയെങ്കിലും ഒക്കെ സ്ക്വയർ നമ്പേഴ്സ് വരണമെങ്കിൽ, പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഒക്കെ വരണമെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പൊ ഒന്നും കൂടെ 5ന്റെ മൾട്ടിപ്പിൾസ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ 66 6ന്റെ മൾട്ടിപ്പിൾ ആണ്, അതിന് മുന്നേ ഉള്ള 65 5ന്റെ മൾട്ടിപ്പിൾ ആണ്, അതെന്തായാലും വരത്തില്ല. 66ന് ശേഷം വരുന്ന 67 എന്താണ്? അതൊരു പ്രൈം നമ്പർ ആണ്. ഓക്കെ ആണ്. അപ്പോ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇനി ഇല്ലെങ്കിലുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറയും. മാക്സിമം എന്ത് ചെയ്യുക? 6ന്റെ മൾട്ടിപ്പിൾസ് പറയുക, അതിന്റെ ഫ്രണ്ടിലും ബാക്കിലുള്ള നമ്പേഴ്സ് ഏറെക്കുറെ എന്തായിരിക്കും? പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പറയാം, നമ്മൾ പറഞ്ഞു 58 കഴിഞ്ഞിട്ട് വരുന്ന 6ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 60 ആണ്. അതിന് മുന്നേ ഉള്ള 59 ഈസ് എ പ്രൈം നമ്പർ. ദെൻ ഈ പറയുന്ന 60 കഴിഞ്ഞിട്ട് വരുന്ന 61 എന്തായിരിക്കും? പ്രൈം നമ്പർ ആയിരിക്കും. 60 കഴിഞ്ഞു. ഇനി 60 കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത 6ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, 66 ആണ്. 66ന് മുന്നേ ഉള്ള 65 എന്തായാലും പ്രൈം നമ്പർ അല്ല, 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇനി 66 കഴിഞ്ഞിട്ട് വരുന്ന 67 എന്താണ്? പ്രൈം നമ്പർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 58നും 68നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് അല്ലേ? എല്ലാം ആയിട്ടുണ്ടല്ലോ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി. സമ്മല്ലേ കാണേണ്ടേ അല്ലെ? സം ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 9 + 1 10, 10 + 7 17, 5 + 1 6, 6 12, 12 + 6 എന്ന് പറഞ്ഞാൽ 18 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 187 എന്ന് കിട്ടും. ഓപ്ഷൻ സി 187 എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ചെറിയ ടെക്നിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കുഴപ്പമില്ലല്ലോ. ക്വസ്റ്റ്യൻ
ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റിമൈൻഡർ ഒബ്റ്റൈൻഡ് when any prime number greater than 6 is divided by 6 must be എന്ന് പറയും. കുറെ ഒരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. റിമൈൻഡർ ഒബ്റ്റൈൻഡ് when any prime number greater than 6, 6-നെക്കാട്ടിലും വലിയ പ്രൈം നമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെ, ഗ്രേറ്റർ ദാൻ 6 ഈസ് ഡിവൈഡഡ് ബൈ 6, അല്ലെ, 6 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഈ കൂട്ടത്തിൽ എന്തൊക്കെ വരാമെന്നാണ് ചോദ്യം. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ കിട്ടിയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ, 6-നെക്കാട്ടിലും വലിയ പ്രൈം നമ്പേഴ്സ്, 6-നെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സിനെ നമ്മൾ 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ അല്ലെങ്കിൽ വരാൻ സാധ്യമായിട്ടുള്ള റിമൈൻഡർ ഏതൊക്കെയെന്നാണ്. 1-2 എക്സാമ്പിൾ കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. 6 കഴിഞ്ഞിട്ട് വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 6 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 7 ഒരു പ്രൈം നമ്പർ അല്ലേ 7 എന്ന് പറയുന്നത്? ഓക്കെ, ഈ പറയുന്ന 7നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എത്ര വരുമായിരിക്കും? ഒരു പ്രാവശ്യം 6 എന്ന് കിട്ടി, റിമൈൻഡർ എത്ര കിട്ടി? നമുക്ക് കിട്ടി റിമൈൻഡർ 1 കിട്ടി. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമല്ല, either 1 or 2, either 1 or 3, 1 or 5, then 3 or 5 എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസിലുള്ളത്. അപ്പൊ നമുക്ക് പറയാം ഒരെണ്ണം എന്തായിരിക്കും? ഒരു ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്, റിമൈൻഡർ 1 വരും. ഇനി നമ്മൾ 7 കഴിഞ്ഞു. ഇനി 7 കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 11 ആണ്, അല്ലെ? 11 അല്ലേ? ഈ പറയുന്ന 11 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര ടൈംസ്? 1 ടൈംസ് 6 എന്ന് പറഞ്ഞിട്ട് റിമൈൻഡർ എത്രന്ന് കിട്ടി? 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അപ്പൊ റിമൈൻഡർ ഏതൊക്കെ വരാം? ഒന്നുകിൽ 1 വരാം, അല്ലെങ്കിൽ എന്ത് വരാം? 5 വരാം. നമ്മുടെ ഓപ്ഷൻ ഏതാ? either 1 or 5 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ. either 1 or 5 പിടികിട്ടിയ. ഒന്നും കൂടെ ആലോചിച്ചോളാം. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 6-നെക്കാളിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു പ്രൈം നമ്പറിനെ നമ്മൾ 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഈ കൂട്ടത്തിൽ ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 2 എക്സാമ്പിൾസ് എടുത്തു. 6-നെക്കാളിലും ഗ്രേറ്റർ ആയിട്ടുള്ള 7 എടുത്തു. 7നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടി റിമൈൻഡർ എത്ര കിട്ടി? 1 കിട്ടി. വീണ്ടും 6-നെക്കാളിലും ഗ്രേറ്റർ ആയിട്ടുള്ള അടുത്ത പ്രൈം നമ്പർ പറഞ്ഞു 11 ആണ്. 11നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, കിട്ടി റിമൈൻഡർ എത്ര കിട്ടി? 5 കിട്ടി. അപ്പൊ നമുക്ക് പറയാം either 1 or 5 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ടൈപ്പ് ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പർ എന്നാണ്. കോമ്പോസിറ്റ് നമ്പർ എന്താ? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എ കൗണ്ടിങ് നമ്പർ വിച്ച് ആർ നോട്ട് പ്രൈം അല്ലാത്ത ബാക്കി കൗണ്ടിങ് നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണ്. അപ്പൊ ഒന്നും കൂടെ, കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ കൗണ്ടിങ് നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് പ്രൈം ആർ കോൾഡ് കോമ്പോസിറ്റ് നമ്പർ. എ കോമ്പോസിറ്റ് നമ്പേഴ്സ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അല്ലെ, നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയേ പാടുള്ളൂ? ഒരു പ്രൈം നമ്പറിനെ സംബന്ധിച്ച് നമ്പർ ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 മാത്രമേ പാടുള്ളൂ. ഇനി 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതെന്തായി? അതൊരു കോമ്പോസിറ്റ് നമ്പർ ആയി. വീണ്ടും നമുക്ക് ഇങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഓൾ കൗണ്ടിങ് നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് പ്രൈം, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു കാര്യം വിട്ടുപോയി, 1 എന്നുള്ള ഒരു നമ്പർ നമ്മൾ വിട്ടുപോയി. അപ്പൊ 1-നെ നമ്മൾ പറയാറ് അത് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാണ് പറയാറ്. ഓർത്തോളേ. അപ്പൊ 1 എന്ന് പറയുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമോ അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. പ്രൈമോ അല്ല, കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഹാവിംഗ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടോ അത്തരം നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണ്. അപ്പൊ ഒന്നും കൂടെ, 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടോ അത്തരം നമ്പേഴ്സിനെ നമ്മൾ പറയുന്നതാണ് കോമ്പോസിറ്റ് നമ്പർ. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ പറയാം. നമുക്കറിയാം, ഞാൻ പറഞ്ഞു 1 എന്ന് പറയാൻ നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 2 എന്താണ്? പ്രൈം നമ്പർ ആണ്. 3 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആണ്. വേറെ ഏത് പറയും? 4 എന്ന് പറയുന്നത്, 4 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. 4-ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1-ഉം 2-ഉം 4-ഉം അല്ലേ? അതായത് 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് പറയാം 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. 4 എന്ന് പറഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇനി ഈ 4 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 6 ആയിരിക്കും കേട്ടോ. 6 ആയിരിക്കും. 6-ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1-ഉം 2-ഉം 3-ഉം 6-ഉം ആണ്. 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. 6 എന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ, സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്?
4 ആണ്. ഓർത്തോളേ. അപ്പോൾ പ്രൈം എന്താണെന്നും കോമ്പോസിറ്റ് എന്താണെന്നും വേർതിരിച്ചറിയാം. അടുത്ത് നമുക്ക് പറയാനുള്ളത് പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പർ എന്താ? പെർഫെക്റ്റ് നമ്പർ ശരി പറഞ്ഞു നോക്കാം. A number, the sum of whose factors except number itself is equal to the number is called a perfect number. ഞാൻ ഒരു എക്സാമ്പിളിൽ കൂടെ അങ്ങ് പറയാം. വെറുതെ ഞാൻ ഡെഫിനിഷൻ ഒന്നും വായിച്ച് പറയാനില്ല. ഒരു എക്സാമ്പിളിൽ കൂടെ നിങ്ങൾക്ക് പറയാം. അപ്പൊ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 6 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ എത്രയുള്ളൂ, ഈ 6ന്റെ ഫാക്ടേഴ്സ് നമ്മൾ പറയും. 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 6 അല്ലേ? അപ്പൊ ഒന്നും കൂടെ 6ന്റെ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു. 1, 2, 3, 6 ആണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കി. എത്ര കിട്ടും? 6 + 3 9, 9 + 2 11, 11 + 1 12 എന്ന് കിട്ടി. അപ്പൊ ഒന്നും കൂടെ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ സെയിം നമ്പറിന്റെ തന്നെ ഡബിൾ വരെയാണെങ്കിൽ, ഇരട്ടി വരെയാണെങ്കിൽ, നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12 എന്ന് പറയുന്നത്. 12 എന്ന് പറഞ്ഞാൽ ആരുടെ ഇരട്ടിയാണ്? 6ന്റെ ഇരട്ടിയാണ്. ഒന്നും കൂടെ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ നമ്പറിന്റെ ഡബിൾ വരെയാണെങ്കിൽ, ഇരട്ടി വരെയാണെങ്കിൽ, അങ്ങനെയുള്ള നമ്പേഴ്സിനെ പറയുന്നതാണ് എന്ത്? പെർഫെക്റ്റ് നമ്പർ എന്ന് പറയും. പക്ഷെ നമ്മുടെ ഡെഫിനിഷനിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. വേറൊരു ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ സംഭവം? ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിൽ ആ സെയിം നമ്പർ ഒഴികെ, അല്ലെ 6ന്റെ ഫാക്ടേഴ്സ് പറയുമ്പോൾ 1, 2, 3 ഏതും കൂടെ ഇൻക്ലൂഡഡ് ആണ്, 6ഉം കൂടെ ഇൻക്ലൂഡഡ് ആണ്. ആ നമ്പർ ഒഴികെ ബാക്കി നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, ബാക്കി ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ സെയിം നമ്പർ തന്നെ വരും. നോക്കി നോക്ക്, 3ഉം 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ പറയാം? രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ ഡബിൾ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഡബിൾ കിട്ടണം, അല്ലെങ്കിൽ എന്ത് പറയാം? ആ സെയിം നമ്പർ ഒഴികെ, അല്ലെ 6ന്റെ കഥ പറയുമ്പോൾ എന്താണ്? 6 ഒഴികെ, അല്ലെ എക്സെപ്റ്റ് ദാറ്റ്, അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എക്സെപ്റ്റ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ആ നമ്പർ ഒഴികെ ബാക്കി ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം അത്തരം നമ്പേഴ്സിനെ പറയുന്നതാണ് എന്ത്? പെർഫെക്റ്റ് നമ്പർ എന്ന് പറയും. പെർഫെക്റ്റ് നമ്പർ, പെർഫെക്റ്റ് നമ്പർ. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ, ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ആ നമ്പർ ഒഴികെ, അല്ലെ ആ പറയുന്ന നമ്പർ ഒഴികെ ബാക്കി ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ സെയിം നമ്പർ തന്നെ വരികയാണെങ്കിൽ അതെന്താണ്? അതൊരു പെർഫെക്റ്റ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 നമ്പേഴ്സ് നിങ്ങൾ ഓർത്ത് വെച്ചോളണേ. 6 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. ദെൻ 28 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. ദെൻ 496 എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. 8128 എന്ന് പറയുന്നത്, 8128 എന്ന് പറയുന്നതാണ് ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. അപ്പൊ പെർഫെക്റ്റ് നമ്പേഴ്സ് ഓർത്തോളണം. ഇതൊക്കെ ഉള്ളൂ കേട്ടോ. ഏതൊക്കെയാ? 6, 28, 496, then 8128. ഇത്രയുമാണ് ദ പെർഫെക്റ്റ് നമ്പേഴ്സ്. വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 5 ഡിജിറ്റിലൊന്നുമില്ല, പിന്നെ 6 ഡിജിറ്റിലൊക്കെ ഉള്ളൂ. ഓർത്തോളണം. പെർഫെക്റ്റ് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ട നമ്പേഴ്സ് 6ഉം 28ഉം 496ഉം 8128. ഇത്രയും നമ്പേഴ്സ് ഓർത്തോളണേ. പെർഫെക്റ്റ് നമ്പേഴ്സ് ആണ്. പെർഫെക്റ്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഒരു ഡിജിറ്റ് ഉള്ള എ പെർഫെക്റ്റ് നമ്പർ വിച്ച് ഓൺലി 1 ഡിജിറ്റ് എന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് 6 ആണ്. അല്ലെ? ഒറ്റ ഡിജിറ്റ് ഉള്ള ഒരേ ഒരു പെർഫെക്റ്റ് നമ്പറേ ഉള്ളൂ. അത് ഇതാണ്, 6 ആണ്. ഇനി എ പെർഫെക്റ്റ് നമ്പർ വിത്ത് 2 ഡിജിറ്റ് എന്ന് ചോദിച്ചാൽ അത് ഇതാണ്, 28 ആണ്. എ പെർഫെക്റ്റ് നമ്പർ വിത്ത് 3 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ അതും ഒന്നേ ഉള്ളൂ. അത് ഇതാണ്, 496 ആണ്. എ പെർഫെക്റ്റ് നമ്പർ വിത്ത് 4 ഡിജിറ്റ് എന്ന് ചോദിച്ചാൽ അത് 8128 ആണ്. ഓർത്തോളേ. അപ്പോൾ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് ഒരു നമ്പറിനെ ആ നമ്പർ ഒഴികെ ബാക്കി ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സെയിം നമ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് നമ്പർ ആണ്. പെർഫെക്റ്റ് നമ്പർ ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് 6, 28, then 496, then 8128. ഇത്രയും നമ്പേഴ്സ് ഒന്ന് ബൈ ഹാർട്ട് ആയിക്കോ. കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത് പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി പറയുന്ന നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറെ ടൈപ്പ് നമ്പേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ, ദെൻ ഈ പറയുന്ന പെർഫെക്റ്റ് നമ്പർ, ഇങ്ങനെയുള്ള കുറെ
നമ്പർ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതേപോലെ എന്താ ഫേസ് വാല്യൂ എന്താണ്, പ്ലേസ് എന്താണ്, പ്ലേസ് വാല്യൂ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പറഞ്ഞു നോക്കാം. അപ്പൊ ആദ്യം ഞാൻ പറയാനായിട്ട് പോകുന്നത് ഫേസ് വാല്യൂ എന്താണ്. ഫേസ് വാല്യൂ എന്നതാണ്, ഞാൻ ഇവിടെ ഒരു നമ്പർ എഴുതാമേ. 9742 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ ഇവിടെ എഴുതി. ഈ നമ്പറിൽ 7ന്റെ ഫേസ് വാല്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട, എന്ത് തന്നെയാണ്, ആ നമ്പർ തന്നെ ആയിരിക്കും. നയണിന്റെ ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ 9 itself. ദെൻ 4ന്റെ ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ 4 തന്നെയാണ്. 2ന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ എന്ന് കേട്ടാൽ ആ സെയിം നമ്പർ തന്നെയാണ്, സെയിം നമ്പർ തന്നെയാണ്. അതായത് ഇവിടെ പറയുന്നത് ഫേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഇൻ എ ന്യൂമറൽ ഈസ് ഇറ്റ്സ് ഓൺ വാല്യൂ. ആ സെയിം നമ്പർ തന്നെയായിരിക്കും, സെയിം നമ്പറിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫേസ് വാല്യൂ. മറക്കില്ലല്ലോ, ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് അല്ലാതെ ആകത്തില്ലല്ലോ. അത് തന്നെയാണ് സംഭവം. ഈ 7ന്റെ ഫേസ് വാല്യൂ 7 തന്നെയാണ്, 9ന്റെ ഫേസ് വാല്യൂ 9 തന്നെയാണ്, 2ന്റെ ഫേസ് വാല്യൂ 2 തന്നെയാണ്, 4ന്റെ ഫേസ് വാല്യൂ 4 തന്നെയാണ്. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചിരിക്കുക, ഫേസ് വാല്യൂ ആ നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ ഓഫ് 5 in 75,632 എന്നാണ്. അപ്പൊ ഒന്നും കൂടെ ഇങ്ങനെ ഒരു വലിയ നമ്പർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് 5 എന്ന് പറയുന്ന നമ്പറിന്റെ പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എന്നതാണ് കണ്ടുപിടിക്കുന്നത്. ശരി, അപ്പൊ അതിനകത്ത് ഒരു ഇടയിൽ ഒരു വാക്കൂടെ അഡീഷണൽ ആയിട്ട് വന്നു, അല്ലെ എന്തോ ഒരു വാക്ക് അഡീഷണൽ ആയിട്ട് വന്നു. എന്താണ് പ്ലേസ് വാല്യൂ എന്നൊക്കെ പറയും, അല്ലെ പ്ലേസ് വാല്യൂ. ശരി, ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ 1-2 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇടാം. 8579. ഞാൻ ഇങ്ങനെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടേ. ഇങ്ങനെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഉള്ള ഡിജിറ്റ് ഉണ്ട്. ഇവിടെ റൈറ്റ് മോസ്റ്റ് ഉള്ള ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 9 അല്ലേ. ആ 9ന്റെ പ്ലേസ് എന്ന് പറഞ്ഞാൽ 1s എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും യൂണിറ്റ് ഡിജിറ്റ് നമ്പർ എന്നൊക്കെ പറയാം. അപ്പൊ ഒന്നും കൂടെ 9ന്റെ പ്ലേസ് എന്ന് പറയാൻ 1s പ്ലേസ് ആണ്. 7ന്റെ പ്ലേസ് എന്ന് ചോദിച്ചാൽ അത് 10s പ്ലേസ് ആണ്. 5ന്റെ പ്ലേസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 100s ആണ്. ഇനി ഈ പറഞ്ഞ 8ന്റെ പ്ലേസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതെന്താണ് 1000 ആണ്. അപ്പൊ ഒന്നും കൂടെ പ്ലേസ് പറയാനായിട്ട് പഠിക്കണേ. അപ്പൊ ഒന്നും കൂടെ ഒരു വലിയ നമ്പർ തന്നിട്ടുണ്ട്. ആ വലിയ നമ്പറിന്റെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന്റെ പ്ലേസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് 1s പ്ലേസ് ആണ്. അതിന്റെ തൊട്ട് ലെഫ്റ്റിൽ 10 ആയിരിക്കും, തൊട്ട് ലെഫ്റ്റിൽ 100 ആയിരിക്കും, തൊട്ട് ലെഫ്റ്റിൽ എന്തായിരിക്കും 1000 ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന്റെ 1s, 10, 100, 1000. ഇപ്പുറത്തുണ്ടായിരുന്നു നമ്മൾ 10,000 എന്ന് പറയുക, അതിന്റെ ഇപ്പുറത്തുണ്ടായിരുന്നു നമ്മൾ ലാക്ക് എന്നൊക്കെ പറഞ്ഞു പോകായിരുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സെയിം നമ്പറിൽ തന്നെ 5ന്റെ വേണ്ട, ഇവിടെ 8ന്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ആ ചോദിച്ചിട്ടുള്ള 8നെ 1000 അതിന്റെ പ്ലേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പൊ പ്ലേസ് വാല്യൂ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ആ നമ്പറിനെ അതിന്റെ പ്ലേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോ ഈ പറയുന്ന 8നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 8000 ആണ്. 8000 ആണ്. ഓക്കെ ആണേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു നമ്പറിന്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ആ സെയിം നമ്പറിനെ അതിന്റെ പ്ലേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വീണ്ടും ഈ 5ന്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ 5ന് അതിന്റെ പ്ലേസ് ആയ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 500 എന്ന് പറഞ്ഞിട്ട്. വീണ്ടും 7ന്റെ പ്ലേസ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 7ന് അതിന്റെ പ്ലേസ് ആയ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 × 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 70 എന്ന് പറഞ്ഞിട്ട്. 9ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 9 × അതിന്റെ പ്ലേസ് 9 എന്ന് തന്നെ കിട്ടും. 9 × 1 9 എന്ന് തന്നെ കിട്ടും. ഓക്കെ ആണോ? അപ്പൊ പ്ലേസ് വാല്യൂ പറയാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പ്ലേസ് ആദ്യം പറയാനായിട്ട് അറിയണം. ആ പ്ലേസിന് ആ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? പ്ലേസ് വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ ഓഫ് 5 in 75,632 എന്നാണ്. അപ്പൊ ഞാൻ ആ നമ്പർ എടുത്ത് എഴുതിയാണ്. 75,632 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഇതിനകത്ത് 5 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ ഏതൊക്കെ തമ്മിലുള്ള പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ഏതാനാ പറഞ്ഞിട്ടുള്ളത്. പറയാം. അപ്പൊ ഇതിന്റെ പ്ലേസ് വാല്യൂ നമ്മൾ എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ ഇതിന്റെ പ്ലേസ് പറയാം. ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഉള്ള എന്താണ് 1 ആണ്.
അതിന്റെ തൊട്ട് ലെഫ്റ്റിൽ എന്തായിരിക്കും 10 ആയിരിക്കും. അതിന്റെ തൊട്ട് ലെഫ്റ്റിൽ എന്തായിരിക്കും 100 ആയിരിക്കും. അതിന്റെ തൊട്ട് ലെഫ്റ്റിൽ എന്തായിരിക്കും 1000 ആയിരിക്കും. അതിന്റെ തൊട്ട് ലെഫ്റ്റിൽ എന്തായിരിക്കും 10,000 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ ഞാനിവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? പ്ലേസ് എഴുതിയിട്ടുണ്ട്. ഓരോ ഡിജിറ്റിന്റെയും പ്ലേസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യം ഈ 5നെ പറ്റിയാണ് അല്ലെ. ഈ 5ന്റെ പ്ലേസ് വാല്യൂ അതിന്റെ ഫേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നും കൂടെ ഈ പറഞ്ഞിരിക്കുന്ന 5ന്റെ എന്തൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ പറ 5ന്റെ പ്ലേസ് വാല്യൂ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ 5 into 1000 ചെയ്താൽ മതി, എത്രാന്ന് കിട്ടും? 5ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5000 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ ആണോ? അപ്പൊ പ്ലേസ് വാല്യൂ നമ്മൾ പറഞ്ഞു. ഇനി ഏതൊക്കെയാണ് പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ നമ്മളെ ഡിഫറൻസ് അല്ലേ? അപ്പോ 5ന്റെ ഫേസ് വാല്യൂ എന്ന് പറയാൻ പറഞ്ഞു, നമ്മുടെ ഫേസ് നമ്മുടേതല്ലാതാവില്ലല്ലോ. അപ്പൊ 5ന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. -5 അതിന്റെ ഡിഫറൻസ് 5000 - 5 നമുക്ക് പറയാം 4995 എന്ന് കിട്ടും. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5000 - 5 നമുക്ക് പറയാൻ പറ്റും. ഏതെന്ന് പറയാൻ പറ്റും? 4995 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഫേസ് വാല്യൂ എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയണം. പിന്നെ എന്താണ് പ്ലേസ് പറഞ്ഞു. പിന്നെ പ്ലേസ് വാല്യൂ എന്താണെന്നൊക്കെ അറിയണം. തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് എടുത്താൽ മതി, നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കുറെ ഇക്വേഷൻസ് ആണ്. അപ്പൊ ഇനി നമ്മൾ സമ്മ് കാണുന്നതാണ്. കുറെ നാച്ചുറൽ നമ്പേഴ്സ് പറയും നമ്മൾ, പിന്നെ ഓഡ് നമ്പേഴ്സ് പറയും, ഈവൻ നമ്പേഴ്സ്, അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ശരി, പറഞ്ഞു നോക്കാം. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ n into n plus 1 divided by 2 എന്നാണ്. n into n plus 1 divided by 2. അപ്പൊ ഒന്നും കൂടെ നിങ്ങൾ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി, ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഒന്നും കൂടെ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രം. എങ്ങനെയാണ്? n into n plus 1 divided by 2. n into n plus 1 divided by 2. അങ്ങനെയാണെങ്കിൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സം എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ n into n plus 1 into 2n plus 1 divided by 2 എന്നല്ല, divided by 6 എന്നാണ്. അപ്പൊ ഒന്നും കൂടെ സ്ക്വയറുകളുടെ സം ആണെങ്കിൽ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം ആണെങ്കിൽ എങ്ങനെയാണ്? n into n plus 1 into 2n plus 1. n into n plus 1 into 2n plus 1 divided by 6 എന്നാണ്. divided by 6 കഴിയില്ല. സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂബ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, ക്യൂബ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സം എന്ന് പറയാൽ എന്താണ്? n into n plus 1 divided by 2. n into n plus 1 divided by 2 ഹോൾ സ്ക്വയർ എന്നാണ്. ഇത് പഠിച്ചു വെച്ചോളേ. എങ്ങനെയാണ്? n into n plus 1 divided by 2. n into n plus 1 divided by 2 ഹോൾ സ്ക്വയർ എന്നാണ്. n into n plus 1 divided by 2 ഹോൾ സ്ക്വയർ. അപ്പൊ ഒന്നും കൂടെ കാണാമെന്ന് പറയുമോ? ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ എന്താണ്? n into n plus 1 divided by 2. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം ആണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? n into n plus 1 into 2n plus 1 divided by 6 എന്നാണ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ സം ആണെങ്കിൽ എങ്ങനെ പറയും? n into n plus 1 divided by 2 ഹോൾ സ്ക്വയർ എന്നാണ്. ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ കൗണ്ടിങ് നമ്പേഴ്സിന്റെ 10 കൗണ്ടിങ് നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്രയെന്നാണ്. ഒന്നും കൂടെ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. നമ്മളിപ്പോ പഠിച്ചു വെച്ചതേ ഉള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? n into n plus 1 divided by 2 എന്നല്ലേ. അപ്പൊ ഒന്നും കൂടെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? n into n plus 1 divided by 2 എന്നാണ്.
അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാൻ ഈ n വരുന്ന പ്ലേസിലെല്ലാം എന്തിട്ട് കൊടുത്താൽ മതി? 10 ഇട്ട് കൊടുത്താൽ മതി. ഒന്നും കൂടെ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ n into n plus 1 divided by 2. അങ്ങനെ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ n ന്റെ പ്ലേസിൽ എന്തിട്ട് കൊടുത്താൽ മതി? 10 ഇട്ട് കൊടുത്താൽ മതി. പറഞ്ഞു വരാം. n ന്റെ സ്ഥാനത്ത് 10 നമ്മൾ പറയുമ്പോൾ 10 into 10 plus 1 അല്ലെ? n എന്ന് പറഞ്ഞാൽ 10 അല്ലെ? 10 plus 1 എന്ന് പറയുമ്പോൾ 11 divided by 2. അപ്പൊ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. 2 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ൽ 2 1 ടൈം. ഇവിടെ 10 ൽ 2 എത്ര ടൈംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 5 ടൈംസ് ആണ്. 5 into 11 നമുക്ക് പറയാം 55 എന്ന് പറഞ്ഞിട്ടും. അതായത് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 55 ആണ്. വേറെ ഒന്നുമില്ല. അപ്പൊ ഈ പറയുന്ന ഈ പ്ലേസിൽ തന്നെ നമ്മൾ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ചോദിക്കുകയാണെങ്കിൽ n ന്റെ പ്ലേസിൽ എന്തിട്ട് കൊടുത്താൽ മതി? 20 ഇട്ട് കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? ശരി, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ, കൗണ്ടിങ് നമ്പേഴ്സിന്റെ, എണ്ണൽ സംഖ്യകളുടെയൊക്കെ സം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞു വരാം. നമുക്കറിയാം ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ആണെങ്കിൽ n into n plus 1 divided by 2 എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ 50 നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ n ന്റെ പ്ലേസിൽ എന്തിട്ട് കൊടുത്താൽ മതി? 50 ഇട്ട് കൊടുത്താൽ മതി. ശരി, അപ്പൊ നമ്മൾ 50 പറയുമ്പോൾ 50 into 50 plus 1 എന്ന് പറഞ്ഞാൽ 51 divided by 2 എന്നാണ്. നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ൽ 2 1 ടൈംസ്, ദെൻ 50 ൽ 2 25 ടൈംസ് ഉണ്ട്. 25 into 51 നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 25 into 51 ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും 1275 എന്ന് പറഞ്ഞ് കിട്ടും. 1275 എന്ന് പറഞ്ഞ് കിട്ടും. ഓർത്തോളേ. അപ്പോ സം ഓഫ് ഫസ്റ്റ് 50. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ നോക്കിയാൽ കേട്ടോ, ഒരു വിഷയമല്ല. 25 into 51 വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. 51 into 25 ചെയ്ത് നോക്കുകയാണെങ്കിൽ 5 into 1 എന്ന് പറഞ്ഞാൽ 5, 5 into 5 എന്ന് പറഞ്ഞാൽ 25 ആണ്. ദെൻ 2 into 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 into 5 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും? 10 എന്ന് പറഞ്ഞ് കിട്ടും. 5, ദെൻ 5 plus 2 7 2 1. സെയിം ആൻസർ ആണ് കിട്ടും. 1275 എന്ന് പറഞ്ഞ് കിട്ടും. ഓർത്തോളേ. വേറെ അവിടെ നമ്മളിപ്പോ വേറെ കൺഫ്യൂഷൻ അടിക്കുന്ന കാര്യമില്ല. ഇത്രയും നമുക്ക് മൾട്ടിപ്ലൈ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് മൾട്ടിപ്ലൈ ആയിട്ട് പറ്റും. അപ്പൊ വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വരാം. നമ്മുടെ ആൻസർ എത്രയാണ്? 1275 എന്ന് പറയും. ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയർ ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയർ ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ ഇരിക്കുമായിരിക്കും? ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ സം എന്നാണ്. ഈ സ്ക്വയറുകളുടെ സം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് അപ് ടു ഏതുവരെയുണ്ട്? 10 സ്ക്വയർ. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് പറയാനാണ്, അവരുടെ സമ്മ് പറയാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ സം. നമുക്കറിയാം ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറഞ്ഞാൽ പറ n into n plus 1 into 2n plus 1 whole divided by 6 എന്നാണ്. ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ സമ്മ് കാണാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ n into n plus 1 into 2n plus 1 divided by 6 എന്നാണ്. അപ്പൊ ആദ്യത്തെ 10 എണ്ണം പറയുകയാണെങ്കിൽ ആദ്യത്തെ n എണ്ണം പറയുമ്പോഴാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 10 എണ്ണം പറയുകയാണെങ്കിൽ n ന്റെ പ്ലേസിൽ എല്ലാം 10 ഇട്ട് കൊടുത്താൽ മതി. ആൻസർ കിട്ടും. പറഞ്ഞു വരാം. n ന്റെ പ്ലേസിൽ 10 പറയുമ്പോൾ 10 into 10 plus 1 എന്ന് പറഞ്ഞാൽ 11 into 2n 2 into 10 that is 20 plus 1 നമുക്ക് കിട്ടും 21 എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്നാണ്. ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും. 6 ൽ 3 2 ടൈംസ് ഉണ്ട്. 21 ൽ 3 7 ടൈംസ്. 2 ൽ 2 1 ടൈം. 10 ലാണെങ്കിൽ എത്ര ടൈംസ്? 5 ടൈംസ്. എങ്ങനെ വേണമെങ്കിലും പ്രൊസീഡ് ചെയ്യാം. 5 into 11 എന്ന് പറയാം. അല്ലെങ്കിൽ വേണ്ട 5 into 7 എന്ന് പറഞ്ഞാൽ നമുക്ക് 35 എന്ന് കിട്ടും. 35 into ഇവിടെയുള്ള 11. 35 into 11 കൺഫ്യൂഷൻ വേണ്ട. 35 into 11 നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1 into 5 3 then 5 3 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 385 എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ആൻസർ 385 എന്ന് പറയും. 385.
ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ സമ്മാണെങ്കിൽ എങ്ങനെയാണ് n ഇൻറ്റു n പ്ലസ് വൺ ഇൻറ്റു 2n പ്ലസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന്. Question. 1 square plus 2 square plus 3 square plus etc. up to ഏത് വരെയുള്ള 20 വരെയുള്ള സ്ക്വയർ ആഡ് ചെയ്ത് പറയാനാ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി വായിക്കാം? ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ, ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ സം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ആണെങ്കിൽ എങ്ങനെയാണ് n ഇൻറ്റു n പ്ലസ് വൺ ഇൻറ്റു 2n പ്ലസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്നല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്നല്ലേ. അങ്ങനെയുള്ള ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ നമുക്ക് എങ്ങനെ പറയാം? n വരുന്ന പ്ലേസിലെല്ലാം 20 ഇട്ട് കൊടുത്താൽ മതി. അതായത് എങ്ങനെ പറയും? 20 ഇൻറ്റു 20 പ്ലസ് 1 ദാറ്റ് ഈസ് 21 ഇൻറ്റു 2n ദാറ്റ് ഈസ് 2 ഇൻറ്റു 20 2 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 40 40 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 41 ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്നാണ്. നമുക്ക് ഇവിടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 3 ഇവിടെ 2 ടൈംസ് ഉണ്ട്, ഇവിടെ 3 7 ടൈംസ് ഉണ്ട്, ദെൻ 2 ഇവിടെ ഒരു ടൈം, ഇവിടെ ആണെങ്കിലോ 10 ടൈംസ്. ശരി, പറഞ്ഞു വരാം. 41 ഇൻറ്റു 7 ചെയ്ത് നോക്കാം. 41 ഇൻറ്റു 7 41 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 7 7 4 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 2870 എന്ന് പറയും കിട്ടും. അതായത് 10 ഇൻറ്റു 7 ഇൻറ്റു 41 നമ്മൾ ചെയ്യുകയാണെങ്കിൽ 2870 എന്ന് പറയും. 2870. ഓക്കെ അല്ലേ? അപ്പൊ ഓർത്തോളെ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം ആണെങ്കിൽ എങ്ങനെയാണ് n ഇൻറ്റു n പ്ലസ് വൺ ഇൻറ്റു 2n പ്ലസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന്. ഓക്കെ അല്ലേ? Question. Find the sum of cubes of first 10 natural numbers. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ സം ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ സം ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? n ഇൻറ്റു n പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്നാണ്. എങ്ങനെയാണ്? n ഇൻറ്റു n പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പൊ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ സം ആണെങ്കിൽ n ഇൻറ്റു n പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ശരി, ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലേ, അപ്പോ n ന്റെ പ്ലേസിൽ 10 ഇട്ട് കൊടുത്താൽ മതി. 10 ഇൻറ്റു 10 പ്ലസ് 1 ദാറ്റ് ഈസ് 11 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്നാണ്. 2 ൽ 2 ഒരു പ്രാവശ്യം, 10 ലാണെങ്കിൽ 5 ടൈംസ്. 5 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 55 ആണ്. 55ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 55ന്റെ സ്ക്വയർ 55 ഇൻറ്റു 55 ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. നമുക്ക് ഇങ്ങനെ കിട്ടും 3025 എന്ന് പറയും. 3025 എന്ന് പറയും. 3025. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് അപ് ടു ഏത് വരെ 20 ക്യൂബ് എത്രയാണ്? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 20 ക്യൂബ് എത്രയാണ്? ശരി, ഇവിടെ എന്താണ് ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബിന്റെ സമ്മാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും n ഇൻറ്റു n പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്നാണ്. ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പൊ n ന്റെ പ്ലേസിൽ എത്ര ഇട്ട് കൊടുത്താൽ മതി? 20 ഇട്ട് കൊടുത്താൽ മതി. 20 ഇട്ട് കൊടുക്കുമ്പോൾ 20 ഇൻറ്റു 20 പ്ലസ് 1 ദാറ്റ് ഈസ് 21 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്നാണ്. ഹോൾ സ്ക്വയർ പറഞ്ഞു വരുമ്പോൾ ഇവിടെ 2 ൽ 2 ഒരു പ്രാവശ്യം, ഇവിടെ 10 ടൈംസ്. 21 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 210 അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കും. ഓർത്തോളണം 21ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 എന്നാണ്. 441. ഇനി 2 സീറോ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരും. അതായത് 210ന്റെ സ്ക്വയർ 210 ഇൻറ്റു 210 ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടും? 44,100 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ സം എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ.
അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് അല്ലെ. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം, ദെൻ പറഞ്ഞത് എന്താണ് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ സം, ദെൻ പറഞ്ഞത് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ സം ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് സം ഓഫ് ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ് ആണ്. ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിന്റെ സം എത്ര, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം എത്ര, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ആയിക്കോട്ടെ. സം ഓഫ് n ഈവൻ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ആദ്യത്തെ ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ സം എത്രയാണെന്ന് ചോദിച്ചാൽ n into n plus 1 എന്നാണ്. n into n plus 1 എന്നാണ്. ഓർത്തോളണേ. അപ്പൊ ഒന്നും കൂടെ, ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിന്റെ സം എത്രയാണെന്ന് ചോദിച്ചാൽ n into n plus 1 ഡിവൈഡ് ബൈ 2 ഇല്ല കേട്ടോ. എങ്ങനെയാണ് n into n plus 1 n into n plus 1 n into n plus 1. അങ്ങനെയാണെങ്കിൽ സം ഓഫ് n ഓഡ് നമ്പേഴ്സ്, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സ് അങ്ങനെ തന്നെ പഠിക്കണേ. ഇവിടെ ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്നാണ്. ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും, n സ്ക്വയർ എന്നാണ്. അപ്പൊ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ തന്നെ പറയണം, n സ്ക്വയർ എന്നാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 13 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഒന്നും കൂടെ, എങ്ങനെയാണ് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 13 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അങ്ങനെയാണെന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആദ്യത്തെ 13 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണുക എന്നാണ്. പറഞ്ഞു വരാം, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറഞ്ഞു, n സ്ക്വയർ എന്നല്ലേ തൊട്ട് മുന്നേയുള്ള സ്ലൈഡിൽ ഞാൻ കാണിച്ചു തന്നു. അപ്പൊ ഒന്നും കൂടെ, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ്. ലൈക്ക് വൈസ് നമുക്ക് പറയാം സം ഓഫ് ഫസ്റ്റ് 13 ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 13 ഓഡ് നമ്പേഴ്സിന്റെ സം എന്താണ് എന്ന് ചോദിച്ചാൽ 13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 169 എന്നാണ്. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടും, 169 എന്നാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഒരു ബേസിക് നോളജാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും ഡിവിഷൻ ചെയ്യാനും ഒക്കെ അറിഞ്ഞിരിക്കണം. അതിനൊപ്പം തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഒരു 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. 30 വരെയുള്ള നമുക്കറിയാം 21ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 441, 22 ആണെങ്കിൽ 484, 23 ആണെങ്കിൽ 529, അങ്ങനെ ഒരു 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ഒന്ന് ബൈ ഹാർട്ട് ആക്കി വെച്ചോളൂ. ഓക്കെ അല്ലേ? അതേപോലെ ഒരു 10 അറ്റ്ലീസ്റ്റ് 15 വരെയൊക്കെ വേണം എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 10 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിലും ക്യൂബുകൾ കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്രയൊക്കെ മതി. 30 വരെയുള്ള സ്ക്വയറും ഒരു 10 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബുകളെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 13 ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഓഡ് നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ n സ്ക്വയർ ആണെങ്കിൽ ആദ്യത്തെ 13 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, 13ന്റെ സ്ക്വയർ എത്ര എന്ന് കിട്ടും, 169 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ക്വസ്റ്റൻ പറഞ്ഞു വരാം. ക്വസ്റ്റൻ ഇങ്ങനെയാണ്, 1 + 3 + 5 + etc. അപ് ടു 15 എത്രയായിരിക്കും? അപ്പൊ ഒന്നും കൂടെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ, 1 + 3 + 5 + etc. അപ് ടു ഏതുവരെയുണ്ട്, 15 വരെയുണ്ട്. അപ്പോ അത്യാവശ്യം സ്ക്വയർ അറിയാവുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഇത് ആദ്യത്തെ 15 ഓഡ് നമ്പേഴ്സിന്റെ സം അല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 15ന്റെ സ്ക്വയർ 225. അങ്ങനെ പറയല്ലേ. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ എഴുതി വെച്ചിരിക്കുന്നതിൽ ഫസ്റ്റ് 15 ഓഡ് നമ്പേഴ്സ് ഉണ്ടോ? ഈ എഴുതിയിരിക്കുന്നത് 1 + 3 + അപ് ടു ഏതോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 15 വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്, ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ, എങ്ങനെയാണ്, ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സം ആണ് എന്ത്, n സ്ക്വയർ. അപ്പൊ ഒന്നും കൂടെ, ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സം n സ്ക്വയർ ആണെങ്കിൽ ഇത് ഫസ്റ്റ് 15 ഓഡ് നമ്പേഴ്സ് ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ല. നമുക്ക് എണ്ണി നോക്കാം. 1 ആദ്യത്തെ ഓഡ് നമ്പർ 1, then 3, then 5, 7, 9, 11, 13, 15. എത്ര എണ്ണയായുള്ളൂ? 8 എണ്ണയായുള്ളൂ.
ഓർത്തോളണേ. അപ്പൊ ഈ കൂട്ടത്തില് ആദ്യത്തെ 15 ഓഡ് നമ്പേഴ്സ് ഇല്ല. ഈ കൂട്ടത്തിൽ ആദ്യത്തെ എത്രണ്ണേ ഉള്ളൂ? ആദ്യത്തെ 8 ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഓർത്തോളണേ. അപ്പൊ ഇത് ഫസ്റ്റ് 15 ഓഡ് നമ്പേഴ്സ് അല്ല, ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ 8 ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ ആദ്യത്തെ 8 ഓഡ് നമ്പേഴ്സിന്റെ സം, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം n സ്ക്വയർ ആണെങ്കിൽ ആദ്യത്തെ 8 ഓഡ് നമ്പേഴ്സിന്റെ സം 8 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 64 എന്ന് പറഞ്ഞു കിട്ടും. 64 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, ഈ ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുള്ളത് ആദ്യത്തെ 15 എണ്ണം അല്ല, ആദ്യത്തെ എത്ര എണ്ണമാണ്? ആദ്യത്തെ 8 എണ്ണമാണ്. ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സം n സ്ക്വയർ ആണെങ്കിൽ ഫസ്റ്റ് 8 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ, ദാറ്റ് ഈസ് 64 എന്ന് പറയാം. ഇനി ഇവിടെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ എണ്ണം നമ്മൾ 15 ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഫിംഗർ കൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കുറച്ച് വലിയ നമ്പർ ആയോ, ഒരു 55 അല്ലെങ്കിൽ ഒരു 105 അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും? വഴിയുണ്ട്. ഇത്രയേ ഉള്ളൂ. അവസാനം വരുന്ന, ലാസ്റ്റ് വരുന്ന ഓഡ് നമ്പറിന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യും. 15 1 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 16 എന്നല്ലേ? അതിന്റെ പകുതി പറഞ്ഞാൽ മതി. 16ന്റെ പകുതി എത്രയാണ്? 8. അപ്പോ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ലാസ്റ്റ് പറയുന്ന നമ്പറിന്റെ കൂടെ അവസാനം പറയുന്ന നമ്പറിന്റെ കൂടെ, അവസാനം പറഞ്ഞ ഓഡ് നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. 1 ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ ഒന്നും കൂടെ, അപ്പോ ഓഡ് നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേറെ എളുപ്പ വഴി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവസാനം വരുന്ന ഓഡ് നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഇവിടെ 15ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 16, അതിന്റെ ഹാഫ് എടുത്താൽ മതി, 8. നൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 8 ഓഡ് നമ്പേഴ്സ് ആണ്. ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ n സ്ക്വയർ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആദ്യത്തെ 8 ഓഡ് നമ്പേഴ്സിന്റെ 8ന്റെ സ്ക്വയർ 8 സ്ക്വയർ, ദാറ്റ് ഈസ് 64 എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, വീണ്ടും ഓഡ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 43. 43 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനാ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ, ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ ഡിഫറൻസ് നമ്മളൊരു 3 ക്വസ്റ്റ്യൻസ് ഇപ്പൊ അടുപ്പിച്ച് ചെയ്തു. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എത്രയോ ഓഡ് നമ്പേഴ്സിന്റെ തന്നെ അല്ലെ, ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ഇതുവരെ 15 വരെയുള്ള ഓഡ് നമ്പേഴ്സിനെ പറ്റിയാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ പ്ലസ് ഇട്ടൊന്നും അല്ല തന്നിരിക്കുന്നത്. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 43 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയും മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? 1 + 3 + 5 + എറ്റ്സെട്ര അപ് ടു ഏത് വരെ? 43 വരെ അല്ലെ? തൊട്ട് മുന്നേ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറി അല്ലെ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫിംഗർ കൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. എത്ര ഓഡ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ചെയ്യേണ്ട പരിപാടി എന്താണ്? ലാസ്റ്റ് വരുന്ന ഓഡ് നമ്പറിന്റെ കൂടെ 1 കൂട്ടി പറയും. 43ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 44 എന്ന് പറയും അല്ലെ? അതിന്റെ ഹാഫ് എടുത്താൽ മതി, 22. അപ്പൊ ഈ കൂട്ടത്തിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 22 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ n സ്ക്വയർ ആണെങ്കിൽ ആദ്യത്തെ 22 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 22ന്റെ സ്ക്വയർ. 22ന്റെ സ്ക്വയർ എത്രയാണ്? അതാ ഞാൻ പറഞ്ഞു, ഇവിടേക്ക് നമുക്ക് സ്ക്വയർ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രയോജനം ചെയ്യും കേട്ടോ. അപ്പൊ 22ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 484 എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ 22ന്റെ സ്ക്വയർ നമുക്ക് പറയാം 484. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ: നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ: if the sum of some continuous odd numbers is represented as 31 square, then what will be the greatest number among those odd numbers? ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആയിരിക്കണേ. if the sum of some continuous odd numbers is represented as എന്താണ്? 31 square, then what will be the greatest number among those odd numbers? എന്താ ഉദ്ദേശിക്കുന്നത്? തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറെ ഓഡ് നമ്പേഴ്സിന്റെ സം എങ്ങനെയാ തന്നിരിക്കുന്നത്? 31 സ്ക്വയർ എന്നാ തന്നിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറെ ഓഡ് നമ്പേഴ്സിന്റെ സം എങ്ങനെ തന്നിട്ടുണ്ട്? 31 സ്ക്വയർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്?
അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഓഡ് നമ്പർ അല്ലെ, നമ്മൾ ഇങ്ങനെ 1, 3 എന്നൊക്കെ പറഞ്ഞ് എഴുതി വരുമ്പോൾ ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഓഡ് നമ്പർ ഏതായിരിക്കും? ഒന്നും കൂടെ ക്വസ്റ്റ്യൻ. കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറെ ഓഡ് നമ്പേഴ്സിന്റെ, തുടർച്ചയായിട്ടുള്ള കുറെ ഓഡ് നമ്പേഴ്സിന്റെ സം എങ്ങനെ തന്നിട്ടുണ്ട്? 31 സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. 31 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഓഡ് നമ്പർ ഏതായിരിക്കും എന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയും n സ്ക്വയർ എന്ന് പറയും. അപ്പൊ ഒന്നും കൂടെ, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം n സ്ക്വയർ. ഒന്നുകൂടെ, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം എന്താണ്? n സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എത്ര ഓഡ് നമ്പേഴ്സിന്റെ സം ആണ് 31 സ്ക്വയർ? ആദ്യത്തെ 31 ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ അല്ലേ 31 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? അപ്പൊ ഒന്നും കൂടെ മനസ്സിലാക്കണേ, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n സ്ക്വയർ ആണ്. ഒന്നും കൂടെ, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ്. അതേപോലെ ലൈക്ക് വൈസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആദ്യത്തെ 31 ഓഡ് നമ്പേഴ്സിന്റെ സം ആണ് എന്ത്? 31 സ്ക്വയർ, 31 സ്ക്വയർ. അപ്പൊ ഒന്നും കൂടെ, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം n സ്ക്വയർ എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ 31 ഓഡ് നമ്പേഴ്സിന്റെ, ആദ്യത്തെ ഫസ്റ്റ് 31 ഓഡ് നമ്പേഴ്സിന്റെ സം ആയിരിക്കും എന്ത്? 31 സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ നമ്പർ ഏതെന്നല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, 31 ആദ്യത്തെ 31 ഓഡ് നമ്പേഴ്സിന്റെ ആണ് അല്ലെ. അപ്പൊ 31ാമത്തെ ഓഡ് നമ്പർ കണ്ടുപിടിച്ചാൽ മതി. 31ാമത്തെ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 31 ആണോ? 31st ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 31 ആണോ? അല്ല അല്ലെ. നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ 15 എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കാണാം, 31ാമത്തെ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല? 31 അല്ല. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, ഈ 31 അല്ലെ, നമുക്ക് 31ാമത്തെ ഓഡ് നമ്പർ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ 31നെ ഡബിൾ ചെയ്തിട്ട് 1 കുറച്ചു കൊടുത്താൽ ആൻസർ ആയി. അപ്പൊ ഒന്നും കൂടെ, 31st ഓഡ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആ 31ന്റെ ഡബിൾ എടുക്കണം, 1 കുറച്ചു കൊടുത്താൽ മതി. 31ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 62 ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കും, നമുക്ക് കിട്ടും ഈ കൂട്ടത്തിലെ വലിയ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 61. അല്ലെങ്കിൽ 31st ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് 61 ആണ്. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, 31ന്റെ സ്ക്വയറിനെ ഓഡ് നമ്പേഴ്സിന്റെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മായി എഴുതാൻ കഴിയുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം n സ്ക്വയർ ആണെങ്കിൽ നമുക്ക് പറയാം ആദ്യത്തെ 31 ഓഡ് നമ്പേഴ്സിന്റെ സം ആണെന്ത്? 31 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എമംഗ് ദോസ് ഓഡ് നമ്പേഴ്സ് എന്നല്ലേ? ആ കൂട്ടത്തിൽ വലിയ ഓഡ് നമ്പർ ഏതെന്നല്ലേ? വലിയ ഓഡ് നമ്പർ കാണാൻ 31ാമത്തെ ഓഡ് നമ്പർ കണ്ടുപിടിച്ചാൽ മതി. 31st ഓഡ് നമ്പർ കണ്ടുപിടിച്ചാൽ മതി. അത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ 31ന്റെ ഡബിൾ ചെയ്യണം, അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. 31ന്റെ ഡബിൾ, 31ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 62 ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും നമ്മുടെ ആൻസർ 61. നമ്മൾ 1, 3, 5 എന്നൊക്കെ പറഞ്ഞ് എഴുതി വരുമ്പോൾ ലാസ്റ്റ് വരുന്ന വലിയ നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 61 ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ, if the sum of some continuous odd numbers, same question ആണ്, continuous odd numbers is represented as 53 square എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് ഓഡ് നമ്പേഴ്സിന്റെ സമ്മിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 53 സ്ക്വയർ എന്നാ പറഞ്ഞിരിക്കുന്നത്. Then what will be the greatest number among those odd numbers? ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഓഡ് നമ്പർ ഏതായിരിക്കും? നേരത്തെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്തു? 53 സ്ക്വയർ എന്ന് എഴുതണമെങ്കിൽ ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ 53, ആദ്യത്തെ 53 ഓഡ് നമ്പേഴ്സിന്റെ സം ആണ്. ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ n സ്ക്വയർ ആണെങ്കിൽ ആദ്യത്തെ 53 ഓഡ് നമ്പേഴ്സിന്റെ സം ആണെന്ത്? 53 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 53ാമത്തെ ഓഡ് നമ്പർ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ 53ന്റെ ഇരട്ടി എടുക്കണം, 53ന്റെ ഇരട്ടി എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 1 കുറച്ചാൽ മതി. 53 × 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 106 എന്ന് കിട്ടും. അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം 105. നമ്മുടെ ആൻസർ ഈ കൂട്ടത്തില് ഏറ്റവും വലിയ ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്, 105 ആയിരിക്കും. 105. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ 15, നമ്മൾ നേരത്തെ
ഓഡ് നമ്പേഴ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 15 ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 എന്നാണ്. അപ്പൊ ഒന്നും കൂടെ ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ സം എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 എന്നല്ലേ? അപ്പൊ അതേപോലെ നമുക്ക് പറയാം ആദ്യത്തെ 15 ഈവൻ നമ്പേഴ്സിന്റെ ഫസ്റ്റ് 15 ഈവൻ നമ്പേഴ്സിന്റെ സം നമുക്ക് എങ്ങനെ പറയാം? n-ന്റെ പ്ലേസിൽ 15 ഇട്ട് കൊടുത്താൽ മതി. 15 ഇൻറ്റു 15 പ്ലസ് 1 ദാറ്റ് ഈസ് 16. എത്ര കിട്ടും? 15 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 240 എന്ന് പറയും. 240 മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. 15 ഇൻറ്റു 60 നിങ്ങൾ ചെയ്യുമ്പോൾ 240 എന്ന് പറയും നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ആണ്. അപ്പൊ ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ആണ്. അപ്പൊ നമുക്ക് പറയാം n-ന്റെ പ്ലേസിൽ 15 ഇട്ട് കൊടുത്താൽ മതി. 15 ഇൻറ്റു 60 നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടും 240 എന്ന് പറയും. 240. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എറ്റ്സെട്ര അപ് ടു ഏതുവരെയുണ്ട്? 18 വരെയുള്ള. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് ഇത് ആദ്യത്തെ 18 ഈവൻ നമ്പേഴ്സ് ആണ്. നമ്മൾ നേരത്തെ ഓഡ് നമ്പേഴ്സിൽ ചെറിയൊരു എക്സെപ്ഷൻ വന്നു അല്ലേ? നമ്മൾ ഇതേപോലെ പ്ലസ് ഒക്കെ ഇട്ട് എഴുതുകയാണെങ്കിൽ ആദ്യത്തെ അത്രയും ഓഡ് നമ്പേഴ്സ് അല്ല എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ആദ്യത്തെ എത്ര ഈവൻ നമ്പേഴ്സ് അല്ല? 18 ഈവൻ നമ്പേഴ്സ് അല്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് കൗണ്ട് ചെയ്ത് പറഞ്ഞു നോക്കാം. ആദ്യത്തെ 18 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടോ നോക്കാം. 2, 4, 6, 8, 10, 12, 14, 16, 18. എത്ര ഉണ്ട്? ഒരെണ്ണം മിച്ചമുണ്ടേ. എത്ര? ആദ്യത്തെ 9 ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോ ഓർത്തോളണേ ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? n ഇൻറ്റു n പ്ലസ് 1. ഇത് ആദ്യത്തെ 18 ഈവൻ നമ്പേഴ്സ് അല്ല. ആദ്യത്തെ എത്രണ്ണേ ഉള്ളൂ? ആദ്യത്തെ 9 എണ്ണേ ഉള്ളൂ. ഓക്കെ ആണോ? കാര്യങ്ങൾ പിടിയിട്ടുണ്ടോ? എത്രയേ ഉള്ളൂ? ഈ കൂട്ടത്തിൽ ആദ്യത്തെ എത്രയേ ഉള്ളൂ? ആദ്യത്തെ 9 തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഓഡ് നമ്പേഴ്സിന്റെ കേസിൽ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു. എന്താണ്? അവസാനം വരുന്ന നമ്പറിന്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. ഈവൻ നമ്പേഴ്സ് ആണ് വരണമെങ്കിൽ ലാസ്റ്റ് പറയുന്ന നമ്പറിന്റെ നേരെ ഹാഫ് അങ്ങ് പറയാം. അപ്പോ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് വരുന്ന നമ്പറിന്റെ നേരെ ഹാഫ് എന്ന് പറഞ്ഞാൽ മതി. 18ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പൊ ഈ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി എത്രയാണ്? 9 ഈവൻ നമ്പേഴ്സ് അല്ലേ? ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിന്റെ n ഇൻറ്റു n പ്ലസ് 1 ആണെങ്കിൽ ആദ്യത്തെ 9 ഈവൻ നമ്പേഴ്സിന്റെ 9 ഇൻറ്റു 9 പ്ലസ് 1 ദാറ്റ് ഈസ് 10. നമുക്ക് കിട്ടും 90 എന്ന് പറയട്ടും. 90 എന്ന് പറയട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെയൊക്കെ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്തോളേ. അല്ലാതെ എന്റെ പ്ലേസിൽ 18 ഒന്നും ഇട്ട് കൊടുത്ത് കളയരുത്. അപ്പോ നമ്മുടെ ക്വസ്റ്റൻ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 18 ഈവൻ നമ്പേഴ്സ് എന്നായിരുന്നെങ്കിൽ നമുക്ക് n-ന്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കായിരുന്നു? 18 ഇട്ട് കൊടുക്കായിരുന്നു അല്ലേ? ഇവിടെ പ്ലസ് ഇട്ടാ തന്നിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ എത്ര ഇല്ല? 18 എണ്ണം ഇല്ല. എത്രണ്ണേ ഉള്ളൂ? 9 എണ്ണേ ഉള്ളൂ. 9. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ഈ ഒരു സെഷനിൽ നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യം കുറെ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞു. പിന്നെ പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സമ്മ് കണ്ടുപിടിക്കുന്നതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സമ്മ് കാണുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. നമ്മുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ നമുക്കൊരു എന്താ പറയാ, നമ്മൾ പഠിച്ചെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. മാത്സിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ജനറൽ അവയർനെസിന് ജനറൽ നമ്മുടെ മെന്റൽ എബിലിറ്റി മാത്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മാത്സിന് എത്രത്തോളം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യൂ അങ്ങനെ മാത്രമേ നമുക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം നിങ്ങൾ കുറെ കൂടെ ടെക്നിക്കലി നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ഈ പറയുന്ന മാത്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ പേന എടുത്ത് എഴുതി തന്നെ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ എത്രത്തോളം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യോ അത്രത്തോളം നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. അത്രത്തോളം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ചോദ്യത്തിന് നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.